മഴക്കാലമൊക്കെ അല്ലേ, എന്നാൽ പിന്നെ കുറച്ച് നേരം പ്രകൃതിയോടൊപ്പമായാലോ എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടാവും. എന്നാൽ ഞങ്ങൾക്കുമുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലത്തോട്ട് പോകുന്നത്. ബാഡ്മിൻ്റൺ കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണമൊക്കെ മാറ്റാൻ നേരെ 2 കാർ എടുത്തങ്ങ് വിട്ടു. ഈ സ്ഥലം വരുന്നത് മോറക്കല അടുത്താണ്. അങ്ങനെ ഞങ്ങൾ നേരെ ചെന്ന് വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് നേരം നടക്കാനുണ്ടായിരുന്നു. സ്വർഗത്തിലേക്കുള്ള യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നടന്നിറങ്ങി ഞങ്ങളങ്ങ് പോയി. ഏകദേശം ഒരു 2 മിനിറ്റ് യാത്ര മാത്രമാണ് നമുക്ക് റോഡിൽ നിന്ന് ഇങ്ങോട്ടുള്ളത്. ആ പോകുന്ന വഴിയാകട്ടെ നമ്മുടെ ഗ്രാമീണ സൗന്ദര്യങ്ങൾ. എറണാകുളത്ത് ഇങ്ങനെയൊരു സിറ്റിയിൽ ഇങ്ങനെയൊരു സ്ഥലം, അത് തികച്ചും അപ്രതീക്ഷിതമാണ്. എത്തിയ ഉടനെ തന്നെ നമ്മൾ കൂടെയുള്ളവർക്ക് നേരെ എടുത്ത് ചാടി. അമ്മോ, എന്തൊരു തണുപ്പ്! അതൊന്നും വകവെച്ചില്ല. കൂടെയുള്ളവരെല്ലാവരും അങ്ങനെ തന്നെയാണ്. പഞ്ചായത്തിൻ്റെ ബോർഡുകളൊക്കെ വായിച്ചുകൊണ്ട് വാണിംഗ് എല്ലാം നോക്കിക്കൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് വെള്ളത്തിലോട്ടങ്ങ് വെച്ച് ചേച്ചി. എന്താ വെള്ളം! ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. അങ്ങനെ കൂടെയുള്ളവരൊക്കെ അവരവരുടെ അഭ്യാസങ്ങൾ ഇങ്ങനെ കാണിച്ചു തുടങ്ങി. തുടക്കത്തിൽ തന്നെ ഞാനങ്ങ് എടുത്ത് ചാടി, നമ്മുടെ കൂടെയുള്ള ആശാനും അങ്ങ് എടുത്ത് ചാടി. അങ്ങനെ തണുപ്പിനെയൊന്നും വഹിക്കാതെ ഓരോരുത്തരായി വെള്ളത്തിലോട്ട് ചാടി. കരയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ബാക്കിയുള്ളവരൊന്നും ഇറങ്ങിയില്ലെന്ന്. അവിടെ വന്നവരെല്ലാവരും ഇറങ്ങുകയും അടിച്ചു പൊളിക്കുകയും ചെയ്തു. ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മഴയും കൂടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു ഫീല് അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ കുട്ടിക്കാലത്തോട്ട് നമ്മുടെ ഓർമ്മകൾ കൈ പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ് ഈ യാത്ര എനിക്ക് സമ്മാനിച്ചത്. കൂടെ വന്നവരൊന്നും അത്ര മോശക്കാരല്ലായിരുന്നു കേട്ടോ. നീന്താൻ അറിയുന്നവരും നീന്താൻ അറിയാത്തവരും ഉണ്ടായിരുന്നു. നീന്താൻ അറിയാത്തവർക്കായി നമ്മൾ ലൈഫ് ജാക്കറ്റും കയ്യിൽ കെട്ടുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അവരും പേടിക്കാതെ തന്നെ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റി. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഒരു അടിപൊളിയായിട്ട് നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. നമ്മുടെ ശരീരത്തിലെ ക്ഷീണവും മനസ്സിൻ്റെ തളർച്ചയും എല്ലാം നമുക്കവിടെ മാറ്റിക്കളയാൻ പറ്റും. നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടോ? നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ ഇഷ്ടപ്പെടുന്നവരാണോ? നിങ്ങളുടെ കമൻറ്റുകൾ പറയുക. മറ്റൊരു വീഡിയോയിലോട്ട് വരുന്നവരെ ബൈ ബൈ.